സംസ്ഥാനത്തെ ഈ അവയവ മാഫിയയുടെ ഇടപെടലുകൾ മുൻകാലങ്ങളിൽ പലപ്പോഴും വാർത്തയായിട്ടുണ്ട്. ഇതിലേറ്റവും ഞെട്ടിക്കുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. അവയവം മാറ്റിവെച്ച യുവതി ഏജന്റിൽ നിന്നും ലൈംഗികമായ അതിക്രമം നേരിട്ടു എന്ന വാർത്തയാണ്. ഇതിനപ്പുറം ഈ യുവതി നടത്തുന്ന വെളിപ്പെടുത്തലുകൾ മറ്റു പലതുമുണ്ട്. കൊച്ചിയിലെ ഒരു പ്രധാനപ്പെട്ട ആശുപത്രിയാണ് ലേക്ക് ഷോർ ആശുപത്രി. ഈ ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായിട്ടാണ് യുവതി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ യുവതി ലേക്ക് ഷോർ ആശുപത്രിയിൽ 13 വർഷം അവിടെ ജോലിയെടുത്ത മുൻ ജീവനക്കാരി കൂടിയുണ്ട്. അവയവദാനത്തിന് ശേഷം ഏജന്റിൽ നിന്നും പീഡനം നേരിട്ട യുവതിയാണ് ശക്തമായ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വരുന്നത്. ലേക്ക് ഷോർ ആശുപത്രിയിൽ നടക്കുന്നത് ഏറെയും അവയവമാറ്റ ശസ്ത്രക്രിയയാണ്. ആശുപത്രിക്ക് സ്റ്റാഫിനേക്കാൾ വലുത് ഏജന്റുമാരാണെന്നാണ് ഈ യുവതി ഉന്നയിക്കുന്ന ആരോപണം. ലേക്ക് ഷോറിലെ മുൻ ജീവനക്കാരിയാണ് ന്യൂസ് 18നോട് ഈ വെളിപ്പെടുത്തൽ നടത്തുന്നത്. അവയവദാന ഏജന്റിനെ സംരക്ഷിക്കാൻ തന്നെ ജോലിയിൽ നിന്നും ഒഴിവാക്കിയെന്ന ആരോപണവും ഉന്നയിക്കുന്നു. പോലീസിനെതിരെയും ഗുരുതരമായ ആരോപണമുണ്ട്. പോലീസും ഏജന്റിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചു, പരാതി നൽകിയിട്ടും കേസെടുക്കാൻ വൈകി. കേസെടുത്തതൊടുവിൽ ഡെപ്യൂട്ടി കമ്മീഷണർ നിർദ്ദേശിച്ച ശേഷം മാത്രമാണ് എന്ന ആരോപണവും ആ യുവതി ഉന്നയിക്കുകയാണ്. ലേക്ക് ഷോറിനും ഏജന്റിനുമെതിരെ പരാതി നൽകുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിച്ചു എന്ന ആരോപണവും യുവതി ഉന്നയിക്കുന്നുണ്ട്. അവയവ തട്ടിപ്പിനെതിരെ യുവതി ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് പിന്നീട് ഭീഷണിപ്പെടുത്തി പിൻവലിപ്പിച്ചു എന്നതുമാണ് യുവതിയുടെ ആരോപണം. യുവതി ഉന്നയിച്ച ആരോപണത്തിലെ പ്രധാന വ്യക്തിയായ ഏജന്റ് ഷാജി ഇപ്പോൾ ഒളിവിലെന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. വൃക്ക നൽകിയതിന് വാഗ്ദാനം ചെയ്ത പണം ആവശ്യപ്പെട്ടപ്പോൾ ഷാജി പീഡിപ്പിച്ചെന്നും യുവതി ന്യൂസ് 18നോട് വെളിപ്പെടുത്തുന്നു. ലേക്ക് ഹോസ്പിറ്റലിലെ സ്റ്റാഫായിരുന്നു. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്കാണ് ഇയാൾ പരിചയപ്പെടുന്നത്. ഇയാൾ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ ഡൊണേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. അത് സംസാരിച്ചപ്പോഴത്തേക്കും എനിക്കും സാമ്പത്തിക പ്രശ്നങ്ങളുള്ളത് കൊണ്ടിട്ട് ഞാൻ അത് താല്പര്യം കാണിക്കുകയും ചെയ്തിരുന്നു ആദ്യമേ. അത് കഴിഞ്ഞിട്ട് ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ടെസ്റ്റ് നടത്താനായിട്ട് ചെന്നപ്പോഴത്തേക്കും OPയിലെ സിസ്റ്റർ പറഞ്ഞു, സ്റ്റാഫ് ആയതുകൊണ്ടിട്ട് സാർ ചിലപ്പോൾ സമ്മതിക്കില്ല ഇവിടെ, അല്ലെങ്കിൽ റിസൈൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ റിസൈൻ ചെയ്ത് വരാൻ പറഞ്ഞപ്പോഴത്തേക്കും അതെനിക്ക് പറ്റത്തില്ല, എൻ്റെ ജോലി എനിക്ക് പ്രധാനമാണ്, അതുകൊണ്ട് അത് പറ്റത്തില്ല, ഞാനത് കാരണം പിൻവാങ്ങി വേണ്ട എന്നുള്ളൊരു ഇതിലേക്ക് വന്നു. അതിനുശേഷം ഇവർ എന്നെ നിരന്തരം നമ്പർ തന്നിട്ട് വിളിക്കുകയും ഇതിന് വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഒന്നും പറയാതെ പിന്മാറി നിന്നിട്ട് എന്നെ ഒരു തവണ ഇവർ അൽക്കൈമ എന്ന് പറയുന്ന ലോഡ്ജിൽ വിളിപ്പിച്ചിട്ട് അങ്ങോട്ട് വരാൻ ആവശ്യപ്പെട്ടു. ഞാൻ ചെല്ലാന്നതിൻ്റെ പേരിൽ ഇയാളുടെ വർക്കറായ സ്ത്രീയെ കൂട്ടി വരാൻ പറഞ്ഞിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് വിളിപ്പിച്ചത്. എത്ര രൂപ ഓഫർ ചെയ്തിട്ടാണ്? എനിക്ക് 8.5 ലക്ഷം രൂപയാണ് ഓഫർ ചെയ്തിരുന്നത്. അല്ല, എത്ര തന്നു? എനിക്ക് 3.5 ലക്ഷം രൂപ. അത് ഞാൻ എൻ്റെ ഒരു പൊട്ടത്തരത്തിന് പറഞ്ഞു പോയത് കൊണ്ടിട്ടാണ്. അത്രയും ഇപ്പം മതി തരൂ എന്നുള്ള ഒരു ഇതിൽ വന്നാൽ പിന്നെ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനിടയിൽ അവർ കുറേ വേറെ രീതിയിലൊക്കെ ഉപദ്രവിച്ച് അതിൻ്റെ പേരിൽ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഭീഷണിപ്പെടുത്തിയ പോലെയാണ്. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് വേറെ ഡോണേഴ്സിനെയൊക്കെ നമ്മളെ എത്തിച്ചു കൊടുക്കണമെന്നുള്ള നിബന്ധനയിലൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ എനിക്ക് എൻ്റെ പൈസയുടെ ഒരിതിൽ ഞാൻ കൊണ്ട് കേസ് കൊടുത്തു. സാറ് ചോദിച്ചിട്ടൊക്കെ ഞാൻ ആ രീതിയിലാണ് സംസാരിക്കുകയും ചെയ്തത്. അപ്പം ഇയാളുടെ ഇത് കൊടുത്ത ഉടനെ തന്നെ വക്കീലിനെ വിടുകയാണ് ചെയ്തത്. പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഇരിക്കുക ചെയ്ത് വക്കീൽ വന്നിട്ട് വക്കീൽ എന്നോട് ചോദിച്ചപ്പോൾ ഇങ്ങനെ സാമ്പത്തികത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു, 1 രൂപ പോലും തരില്ല, എനിക്ക് എവിടം വരെ പോകാൻ ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്കിത് എന്ത് ചെയ്യണമെന്നും അറിയാം, 1 രൂപ പ്രതീക്ഷിച്ചിരിക്കണ്ട. അങ്ങനെയാണ് പോലീസിൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞിട്ട് പോയത്. പോലീസ് ചേച്ചി കൊടുത്ത പരാതിയിൽ എന്ത് നടപടിയെടുത്തു? ആദ്യമേ ഇവരൊരു നടപടി എടുത്തില്ല. കുറേ ദിവസം ഞാൻ വിളിച്ച് അവിടെ ചെന്ന് ചോദിക്കുകയും വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിൽ 1-2 സാറന്മാരൊക്കെ എനിക്ക് അനുകൂലമായിട്ട് അവരെന്തെങ്കിലും ചെയ്യാന്നുള്ള രീതിയിൽ സംസാരിച്ചിരുന്നു. ഇവർ തന്നെ കൊടുക്കാനുള്ള എല്ലാ വഴിയും ഒപ്പിച്ച് വെച്ചിട്ട് അതിൻ്റെ പേരിൽ ഹോസ്പിറ്റലിൽ ജോലി കളയിപ്പിച്ചു.
ഗുരുതരമായ ആരോപണമാണ് യുവതി ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് അവയവദാന ഏജന്റ് അവയവം നൽകിയതിനു ശേഷം പ്രതിഫലം നൽകാതെ തന്നെ പറ്റിച്ചു, തന്നെ പിന്നീട് ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന ആരോപണം ഉന്നയിച്ചത്. പക്ഷേ ഇതിനും അപ്പുറം ഈ ആശുപത്രി, മുൻപ് ജോലി ചെയ്തിരുന്ന ആശുപത്രി തന്നെ ഇതിൻ്റെ ഏജന്റിന് വേണ്ടി നിലനിന്നു എന്ന ഗുരുതര ആരോപണം കൂടി യുവതി ഉന്നയിക്കുന്നു എന്നതാണ് സാഹചര്യം. ഇന്നലെ രാത്രിയാണ് കൊച്ചിയിൽ നിന്നും ആജ്ഞ രവീന്ദ്രൻ യുവതിയുമായി സംസാരിച്ചത്. നിരവധി കാര്യങ്ങളാണ് യുവതി പറയുന്നത്. ഞെട്ടിക്കുന്നതാണ്. സംസ്ഥാനത്ത് ഈ അവയവദാന മാഫിയ പിടിമുറുക്കുന്നു എന്ന ആക്ഷേപം പലതരത്തിലുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഏറ്റവും പുതിയതായി ഇത് മാറുകയാണ്. സംസ്ഥാനത്തെ പല ആശുപത്രികൾ കേന്ദ്രീകരിച്ചും അവയവദാന മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. കൃത്യമായ നിയമ സംവിധാനങ്ങൾ ഉള്ളപ്പോഴും ഇവരെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന ചോദ്യമാണ് നമുക്ക് മുന്നിൽ ഉയരുന്നത്. ആജ്ഞ രവീന്ദ്രൻ വിശദാംശങ്ങൾ നൽകും. ആജ്ഞ, ആ യുവതിയുടെ വെളിപ്പെടുത്തലിൽ അവരുടെ വേദനകൾ വളരെ പ്രകടമാണ്. ഒപ്പം കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി ഈ കൊച്ചിയിലെ ഒരു ആശുപത്രി കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ ഇത്തരം നീക്കങ്ങൾ നടക്കുന്നു എന്നൊരു ആക്ഷേപം കൂടിയാണ് ഇവർ ഉന്നയിക്കുന്നത്. എന്താണ് യുവതി പറഞ്ഞ കൂടുതൽ വിശദാംശങ്ങൾ? ഗുരുതരമായ ആരോപണമാണ് യുവതി ഉന്നയിക്കുന്നത്. ഞെട്ടിക്കുന്ന ആരോപണമാണ്. കൊച്ചിയിലെ ഒരു ആശുപത്രി കേന്ദ്രീകരിച്ച് ആശുപത്രിയിലെ മുൻ ജീവനക്കാരി തന്നെയാണ് ഇത്തരമൊരു ആക്ഷേപം ഉന്നയിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അവയവദാന ഏജന്റ് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു, ഒപ്പം ഉറപ്പ് നൽകിയിരുന്ന പ്രതിഫലം നൽകാതെ തന്നെ പീഡിപ്പിച്ചു എന്ന ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. അങ്ങേയറ്റം ഞെട്ടിക്കുന്നതാണ്. അവയവദാന ഏജന്റ് ലൈംഗിക പീഡനം നടത്തിയെന്ന ആക്ഷേപമാണ്. 8 ലക്ഷത്തിലധികം രൂപ നൽകാം എന്ന ഉറപ്പ് നൽകി, പക്ഷേ ആ ഉറപ്പുകൾ പാലിച്ചില്ല. പിന്നീട് ഉറപ്പിന്റെ ഫലമായി പണം ചോദിച്ചു തന്നപ്പോൾ ഹോട്ടലിൽ വെച്ച് തന്നെ ലൈംഗികമായി ആക്രമിച്ചു എന്നത് ആരോപണമാണ് യുവതി ഉന്നയിക്കുന്നത്. കരഞ്ഞുകൊണ്ട് ആ യുവതിയുടെ വാക്കുകൾ അങ്ങേയറ്റം ഞെട്ടിക്കുന്നതാണ്. ആജ്ഞയാണ് ഇന്നലെ ആ യുവതിയുമായി സംസാരിച്ചത്. എന്താണ് അവർ പറയുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം? ഇന്നലെ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി അവർ ഈ ആശുപത്രിയിലെതിരെയും കൂടി ഗുരുതരമായ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. ആജ്ഞ. സജിത്ത് ഇപ്പോൾ സൂചിപ്പിച്ചത് തന്നെയാണ് അതിൽ ഏറ്റവും ഗുരുതരമായ ആരോപണം. താൻ ജോലി ചെയ്ത ഒരു സ്ഥാപനത്തിൽ അവരവിടുത്തെ ജീവനക്കാരിയായിരുന്നു. കഴിഞ്ഞ 2011 മുതൽ അവിടുത്തെ ജീവനക്കാരിയായിരുന്നു. ആ സമയത്താണ് അവർക്ക് ഇത്തരത്തിൽ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്ന സമയത്ത് ഇത്തരത്തിലൊരു ഏജന്റിനെ സമീപിക്കേണ്ടി വന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഏജന്റ് പണം കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് പിന്നീട് ആശുപത്രിയിലെ ജോലി കളയാനുള്ള, അതായത് ഏജന്റ് ഇടപെട്ടാൽ പോകുന്നതേ ഉള്ളൂ അവിടുത്തെ ഒരു ജീവനക്കാരുടെ ജോലി അല്ലെങ്കിൽ അവരുടെ സുരക്ഷിതത്വം എന്നുള്ള തരത്തിലേക്കുള്ള ആരോപണമാണ് ലക്ഷോർ ആശുപത്രിയെ പറ്റി യുവതി ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധേയം. ആദ്യം അവർക്ക് സസ്പെൻഷനായിരുന്നു നൽകിയത്. പിന്നീട് 15 ദിവസം കഴിഞ്ഞ ശേഷം വിളിച്ചിട്ട് ഒന്നുകിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോളൂ, അതായത് ഒന്നും പറയാതെ ഒരു 2 മിനിറ്റ് സമയം തരും, ഇതിനുള്ളിൽ ഇവിടുന്ന് തന്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോവുകയാണ് എന്നുള്ള തരത്തിൽ ഇറങ്ങിപ്പോകണം, അങ്ങനെ എഴുതി കൊടുത്തിട്ട് ഇറങ്ങിപ്പോകണം എന്നാണ് ആശുപത്രി അധികൃതർ ആവശ്യപ്പെട്ടതെന്നാണ് യുവതി ഉന്നയിക്കുന്നത്. അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യും. ഇതുവരെയുള്ള അതിലെ ഈ 13 വർഷത്തെ ഇതുവരെയുള്ള ഒരു ആനുകൂല്യങ്ങളും ലഭിക്കാത്ത തരത്തിലുള്ള ടെർമിനേഷൻ ആയിരിക്കും അതെന്നുള്ള HR-ന്റെ ഭാഗത്തുനിന്നും ഭീഷണിയുണ്ടായി. അതിനുശേഷമാണ് അവരത്തരത്തിൽ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നാണ് യുവതി നമ്മളോട് വെളിപ്പെടുത്തുന്നത്. ഇതിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നേരത്തെ മുൻപോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവയവം വിൽക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിട്ട്, പ്രത്യേകിച്ചും വിൽക്കുന്നത്, ദാനം ചെയ്യുന്നതല്ല, വിൽക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഒരു ക്രൈമാണെന്ന് നിലനിൽക്കെ ഇത്തരത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളുകളെ തിരക്കി പിടിച്ച് ഈ ഏജന്റുമാർ, ഈ പറയുന്ന ഷാജി എന്ന് പറയുന്ന ഏജന്റ് ഒരു പേഷ്യന്റിൽ നിന്നും വാങ്ങുന്നത് 25 ലക്ഷം രൂപയാണ് എന്നാണ് യുവതി ആരോപിക്കുന്നത്. ഇതിൽ 8.5 ലക്ഷം രൂപയാണ് ഇവർക്ക് വാഗ്ദാനം ചെയ്തത്. ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അറിഞ്ഞ ശേഷം ഇവരാദ്യം ഇത്തരത്തിലൊന്ന് നോക്കിയാലോ വില്ലിങ്നെസ് അറിയിച്ചിരുന്നു. അത് പക്ഷെ ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് അവിടുത്തെ സ്റ്റാഫ് അറിയിച്ച ശേഷം ഈ ഏജന്റ് മുഖേന നിരന്തരം ഇവരുമായി ബന്ധപ്പെട്ട ശേഷമാണ് ഇത്തരത്തിലൊരു ഇവര് വൃക്ക വിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. അതിൽ 3.5 ലക്ഷം രൂപയാണ് അവർക്ക് കൊടുത്തിരുന്നത്. അവർ തന്നെ പറയുന്നുണ്ട് മറ്റൊരു സാഹചര്യത്തിൽ മതി, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് മതി, ഉടനെ എല്ലാ പണവും വേണ്ട. ഇവര് തന്നെ, ഈ ഏജന്റ് തന്നെ ഈ യുവതിയോട് പറയുന്നു, ഇത്രയധികം, അതായത് നിങ്ങൾ ഇത്തരം സർജറി ഒക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ ഇത്രയധികം പണം കയ്യിൽ സൂക്ഷിക്കുകയോ അക്കൗണ്ടിൽ സൂക്ഷിക്കുകയോ ഉണ്ടായ സാഹചര്യം ഉണ്ടായാൽ, ഏതെങ്കിലും അധികൃതർ റെയ്ഡ് ഉണ്ടായാൽ അത് പിടിച്ചെടുത്താൽ കുറ്റകരമായിരിക്കും, അത് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാകും, അതുകൊണ്ട് പണം ഞാൻ സൂക്ഷിച്ചോളാം എന്ന് ഈ ഷാജി ഇവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയും അങ്ങനെയാണ് ബാക്കിയുണ്ടായിരുന്ന, അതായത് ഇവർക്ക് കൊടുക്കാമെന്ന് എത്തിയിരുന്ന 5 ലക്ഷം രൂപ
അയാളുടെ കയ്യിലാവുകയും ചെയ്തത് എന്നാണ് യുവതി വെളിപ്പെടുത്തുന്നത്. പക്ഷേ ഈ പണം, അതായത് 3 ലക്ഷം രൂപ കൊടുത്ത ശേഷം പിന്നീടുള്ള പണത്തിന് പല ആവശ്യങ്ങൾ വന്നപ്പോഴും യുവതി ഇയാളെ സമീപിച്ചപ്പോഴൊക്കെ വീണ്ടും ഡോണേഴ്സിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. വീണ്ടും അവയവദാതാക്കളെ അറേഞ്ച് ചെയ്യുന്ന അവരുടെ പരിചയത്തിലുള്ള, അവർ തന്നെ പറയുന്നുണ്ട്, നമ്മളോട് സംസാരിച്ചില്ല, അവരുടെ പരിചയത്തിലുള്ള ഒരു 10-12 പേരെ അവർ തന്നെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെ അവർ നമ്മളോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ, കഷ്ടതകൾ അനുഭവിക്കുന്ന ആളുകളെ തെരഞ്ഞുപിടിച്ച് അവയവദാതാക്കളാക്കിക്കൊണ്ട് ഈ ഏജന്റുമാർ പണം കൊയ്യുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ ആശുപത്രികൾ ഇത്തരം ഏജന്റുമാരെ നിയോഗിച്ച ശേഷം ഏജന്റുമാരും ആശുപത്രികളും പണം കൊയ്യുന്ന ഒരു സാഹചര്യം കൂടി ഇതിൻ്റെ ഒപ്പം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഏജന്റിനെ പറ്റിയുള്ള പരാതിയിൽ തന്നെ അയാള് കുമ്പളങ്ങിയിൽ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ ഉണ്ടാക്കുന്നു. ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്നുള്ള വരുമാനത്തിലാണ് താൻ ജീവിക്കുന്നതെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തുന്നു. യുവതി എന്നിട്ട് ഫേസ്ബുക്ക് പോസ്റ്റിൽ അതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുമുണ്ട്. ആരാണ് ഇത് ചെയ്തത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, മറ്റൊരു ഏജന്റുമായി സംസാരിക്കുന്നതിൽ നിന്നും ആശുപത്രിയിൽ ഈ ഷൈൻ എന്ന് പറയുന്ന ഏജന്റ് അതായത് ഷാജിന്റെ സഹായിയാണ് ഷൈൻ എന്ന് പറയുന്ന ആളുമായി സംസാരിക്കുമ്പോൾ ഈ ആശുപത്രി അധികൃതർ നിർബന്ധിച്ചു ഷൈന്റെ കയ്യിൽ നിന്നും പരാതി ഒപ്പിട്ട് വാങ്ങി ഒരു പേപ്പറിൽ പരാതി ആശുപത്രി അധികൃതർ തന്നെ എഴുതിയതാണ്. ഈ പരാതിയിൽ ഷൈനെ കൊണ്ട് ഒപ്പിടിപ്പിച്ചു എന്ന് പറയുന്ന സംഭാഷണം നമുക്ക് വ്യക്തമായി കേൾക്കാം. ഈ ഒരു സാഹചര്യത്തിൽ ഇരകൾക്കൊപ്പം നിൽക്കാതെ, അല്ലെങ്കിൽ ഇരകളെ വെറുതെ ഇങ്ങനെ ചവറുകളാക്കിക്കൊണ്ട് ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഈ ഏജന്റുമാരും മറ്റുള്ളവരുമൊക്കെ പണം കൊയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവയവദാനത്തിലൂടെ ഈ ഷാജി എന്ന് പറയുന്ന വ്യക്തി, പോലീസും ഇതിനെ ഈ ഷാജി എന്ന് പറയുന്ന ഏജന്റിനെതിരെ ആക്ഷേപമുയർന്നു. പോലീസ് ഈ വൈകിയെങ്കിലും പിന്നീട് നടപടിയെടുത്തു. പക്ഷേ ഈ ഏജന്റ് ഇപ്പോൾ എവിടെയാണ്? പോലീസ് ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം എന്നാണ് ഏജന്റ് ഒളിവിലാണ്. അങ്ങനെ തന്നെയാണോ നമുക്ക് സ്ഥിരീകരിക്കാനാവുന്നത്? നമ്മൾ ഇന്നലെ പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോഴും അവയവദാനത്തിനെതിരെ, അല്ലെങ്കിൽ അയാൾ ഇത്തരം ഒരു ഇതിന്റെ അവയവദാനത്തിനെതിരെ ഒരു കുറ്റകരമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഏജന്റാണ്, അല്ലെങ്കിൽ അത്തരം ഒരു ക്രിമിനലാണ് എന്നുള്ള കാര്യം മറന്നിട്ടാണ് പോലീസ് ആകെ കേസെടുത്തിട്ടുള്ള യുവതിയുടെ ലൈംഗിക ആരോപണ കേസിൽ മാത്രമാണ്, അല്ലെങ്കിൽ ലൈംഗികമായി താൻ ചൂഷണം ചെയ്യപ്പെട്ടു എന്നുള്ള കേസിൽ മാത്രമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമാണ് പോലീസ് സ്റ്റേഷനിൽ. ഇതിപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഈ യുവതി ഇപ്പോൾ പരാതിപ്പെട്ട, ഇപ്പോൾ ആജ്ഞയോട് സംസാരിച്ച യുവതി നേരത്തെ ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണ്. ഈ പോസ്റ്റിൽ അവർ കൃത്യം പറയുന്നുണ്ട്, താൻ 13 വർഷം ജോലിയെടുത്ത സ്ഥാപനമാണ് ലൈക്ക് ഷോർ ആശുപത്രി. പക്ഷേ അവിടെ തനിക്ക് പുറത്ത് പറയാത്ത തരത്തിലുള്ള അനുഭവങ്ങളാണ് ഉണ്ടാവുന്നത്. ഒപ്പം അവിടുത്തെ മോശപ്പെട്ട അനുഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പോസ്റ്റ് ഇട്ടു. പക്ഷേ പിന്നീട് ഈ പോസ്റ്റ് തന്നെ ആശുപത്രി അധികൃതർ സമ്മർദ്ദത്തെ തുടർന്ന് പിൻവലിപ്പിച്ചു, ഭീഷണിയിലൂടെ ഏജന്റ് പിൻവലിപ്പിച്ചു എന്ന ആക്ഷേപം കൂടി അവർ പിന്നീട് ഉന്നയിച്ചിട്ടുണ്ട്. അവർ ഒരു തവണ പിൻവലിക്കപ്പെട്ട ആ പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. മുമ്പ് ഇങ്ങനെയാണ് തനിക്ക് അവിടെ ഉണ്ടായ അനുഭവം എന്നാണ് ആ യുവതി പങ്കുവയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം. അങ്ങേയറ്റം മോശപ്പെട്ട അനുഭവം തനിക്കുണ്ടായി എന്നതാണ് യുവതി പറയുന്നത്. ആജ്ഞ, ഒരുപക്ഷെ നമുക്ക് സാധാരണ രീതിയിൽ ഈ സിനിമാ കഥകളിലും മറ്റുമൊക്കെയാണ് ഈ അവയവ മാഫിയോട് ഇത്തരത്തിലുള്ള ഇടപെടൽ. പക്ഷേ അത് അങ്ങനെയല്ല, അത് സത്യമാണ് എന്നതാണ് യുവതി പറഞ്ഞു വെക്കുന്നത്. ഇതൊരു ഇപ്പോൾ ആജ്ഞയുമായി സംസാരിച്ച യുവതി ഒരു വ്യക്തി മാത്രമാണ്. ഇതിൽ നിരവധി പേർ ഒരുപക്ഷെ ഇതുവരെയും പുറത്തു വരാതെ പിന്നണിയിൽ ഉണ്ടാവാം. ഇത്തരം ദുരനുഭവങ്ങൾ നേരിട്ട നിരവധി പേരുണ്ടാവാം. അങ്ങനെയെങ്കിൽ അവരാരൊക്കെ എന്ന ഒരു വലിയ അന്വേഷണത്തിലേക്ക് നീളുന്ന ഒരു തുടക്കമായി ഇത് മാറുകയാണ്. അത്തരം സൂചനകൾ പോലീസ് പങ്കുവയ്ക്കുന്നുണ്ടോ? ആ തരത്തിലേക്കൊക്കെ പോലീസിന്റെ അന്വേഷണം കടക്കുന്നുണ്ടോ? പോലീസ് അങ്ങനെ വിശദീകരണം നൽകുന്നുണ്ടോ? ഞാൻ പോലീസ് നൽകിയ വിശദീകരണം അനുസരിച്ച് മതിയായ തെളിവുകളില്ലാതെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. അതേസമയം പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത വന്നത്. ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. പക്ഷേ ലൈംഗിക ആരോപണത്തിൽ അല്ലെങ്കിൽ ലൈംഗിക അതിക്രമണം
അതിക്രമം നടന്നു എന്നുള്ള പരാതിയാണ് യുവതി ഉന്നയിച്ചിട്ടുള്ളത്. അതിന്മേൽ കേസ് എടുത്തിട്ടുണ്ട്. അതിന്മേൽ മാത്രമാണ് പോലീസ് കേസ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് ശ്രദ്ധേയമാണ് സജിത്ത്. കാരണം ഇത്തരം ഒരു കേസിൽ, ഇത്തരം ഒരു കാര്യത്തിൽ പോലീസ് തങ്ങളുടേതായ രീതിയിൽ തന്നെ സ്വമേധയാ അന്വേഷണം നടത്തേണ്ടുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള കാര്യം. കാരണം ഇതൊരു കടുത്ത നിയമലംഘനമാണ്. അത് ഇരയുടെ ഭാഗത്തു നിന്നായാലും ഏജന്റിന്റെ ഭാഗത്തു നിന്നാലും ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നാലും ഇതൊരു കടുത്ത നിയമലംഘനം തന്നെയാണ്. അവയവം വിൽക്കാൻ പാടില്ല എന്ന് ഇന്ത്യയിലെ നിയമം ഉള്ളിടത്തോളം കാലം ഇതൊരു കടുത്ത നിയമലംഘനം തന്നെയാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ സ്വമേധയാ ഇത്തരം കാര്യങ്ങളിൽ അന്വേഷണം പ്രഖ്യാപിക്കാതെ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന ഒരു നിലപാടാണ് പോലീസിന്റെ തീർച്ചയായിട്ടും ഉണ്ടാവണം. ഞാൻ ഒന്ന് തുടരുക. എന്തായാലും വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്തരം ഒരു ആക്ഷേപം ഉയരുമ്പോൾ ആശുപത്രിയുടെ വിശദീകരണം തേടുക എന്നുള്ളത്. കാരണം ഒരു പ്രാഥമികമായ കാര്യമാണല്ലോ. ഒരു ആക്ഷേപം, ഒരു ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ ഒപ്പം ആ ആരോപണം ഉന്നയിക്കപ്പെടുന്ന സ്ഥാപനത്തിന്റെ വിശദീകരണം തേടൽ. ഞങ്ങളും ആ സ്ഥാപനത്തിന്റെ വിശദീകരണം തേടി ലേക്ക് ഷോർ ആശുപത്രിയുടെ വിശദീകരണം തേടാൻ ശ്രമിച്ചു. പക്ഷേ അവരെല്ലാവരും അധികൃതർ തിരക്കിലാണ്. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം പ്രതികരിക്കാനാവില്ല എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. വരുന്ന മണിക്കൂറുകളിൽ എന്തായാലും ആശുപത്രിയുടെ വിശദീകരണങ്ങൾ കൂടി തീർച്ചയായും നമുക്ക് ഉൾപ്പെടുത്താം. ആശുപത്രിയുടെ വിശദീകരണം നമുക്ക് തേടേണ്ടതുണ്ട്, അതിൽ വസ്തുത വരേണ്ടതുണ്ട്. കാരണം ഈ യുവതിയുടെ ആക്ഷേപം, ആരോപണമാണ്. അതിൽ സ്വാഭാവികമായും ഇരുപക്ഷത്തെ വിശദീകരണം നമുക്ക് അറിയേണ്ടതുണ്ട്. ഒപ്പം പറഞ്ഞു വന്നത് ഈ പോലീസിൻ്റെ നിലപാട് സംബന്ധിച്ചാണ്. 2-3 കാര്യങ്ങളാണ് നമുക്ക് കൃത്യമായി സൂചിപ്പിക്കാനാവുന്നത്. ഒന്ന്, ഈ യുവതിക്കുണ്ടായ അനുഭവം. ഒന്ന്, അവർ വാഗ്ദാനം ലംഘിച്ചു, അവർക്ക് സാമ്പത്തിക തട്ടിപ്പിൽ അവർ വിധേയമായി. 2, അവർ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടു. ഈ 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടാം. അതിനുമപ്പുറം സംസ്ഥാനത്ത് അവയവ മാഫിയയുടെ ഇടപെടൽ അത് ഒരു തരത്തിലും നിയമവിധേയമല്ല. കാരണം പണം വാങ്ങിയുള്ള അവയവദാനം അല്ലെങ്കിൽ ഏതെങ്കിലും ഏജന്റ് ഇടപെടൽ അത് അങ്ങേയറ്റം ക്രിമിനൽ കുറ്റമാണ്. അതിനെ സംബന്ധിച്ച് കൃത്യമായ നിയമങ്ങളുള്ള ഒരു സംസ്ഥാനമാണ്, രാജ്യമാണ്. അവിടെയാണ് ഇത് സംഭവിക്കുന്നത് എന്നതാണ്. മുമ്പ് പലപ്പോഴും ഇത് വാർത്തയായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അനുസ്യൂതം സംസ്ഥാനത്ത് ഇക്കാര്യം നടക്കുന്നു എന്നത് വേണ്ടേ ഇക്കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത്. വ്യക്തമാണ് സജിത്ത്. കാരണം ഈ സ്ത്രീ തന്നെ ഒരു പരാതി ഉന്നയിക്കുന്നത് ഇവരുടെ ഈ 3.5 ലക്ഷം രൂപ കൊടുത്ത ശേഷം 5 ലക്ഷം രൂപയ്ക്ക് പലതവണയായി ഇയാളുടെ പിന്നാലെ നടക്കുന്നു. അപ്പോഴൊക്കെ ഇയാൾ ആവശ്യപ്പെട്ടത് പുതിയ ഡോണേഴ്സിനെ, പുതിയ ദാതാക്കളെ നൽകുക എന്നുള്ളതാണ്. നൽകിയാൽ പണം നൽകാം. ഈ ഒരു സാഹചര്യത്തിൽ ഇവർ തന്നെ ഒരു 10-11 പേരെ ഇവർ തന്നെ പരിചയപ്പെടുത്തി കൊടുത്തു എന്ന് ഇവർ ഇന്നലെ നമുക്ക് തന്ന ബൈറ്റിൽ പറയുന്നുണ്ട്. ഇവർ ഇന്നലെ നമ്മളോട് അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവർ നേരത്തെ തന്നെ, അതായത് എന്നോട് അല്ലാതെ വ്യക്തിപരമായി സംസാരിച്ചപ്പോഴും ഇതേ കാര്യം തന്നെ ഊന്നി പറയുകയുണ്ടായി. അവർ പറഞ്ഞ ഒരു കാര്യം അത് നമ്മുടെ റെക്കോർഡ്സിലില്ല. കാരണം അത് അവര് മൈക്ക് ഓഫ് ചെയ്യൂ എന്ന് പറഞ്ഞ ശേഷം പറഞ്ഞതാണ്. അവർ പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയാണ്: നിങ്ങളൊരു 100 പേരെ, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു 100 പേരെ പരിശോധിച്ചാൽ അതിൽ 80 പേരും ഒറ്റ വൃത്തിയായി ജീവിക്കുന്ന ആളുകളായിരിക്കും എന്ന് തന്നെയാണ്. കാരണം ഈ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാധാരണക്കാരെ, ആദിവാസി ജനങ്ങളെ, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകളും നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ഇത്തരത്തിൽ സാധാരണയായി സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ ടാർഗറ്റ് ചെയ്ത് അവരെ കണ്ടെത്തി അവയവക്കടത്ത് മാഫിയ അല്ലെങ്കിൽ അവയവദാനത്തിന്റെ ഭാഗമാക്കുന്നു. പ്രത്യേകിച്ചും സാമ്പത്തികമായി അവർക്ക് വലിയ തുകകളൊക്കെ ഓഫർ ചെയ്തിട്ടാണ് ഇത്തരത്തിൽ ഈ അവയവദാനത്തിന്റെ ഭാഗമാക്കുന്നത്. മാത്രമല്ല അതിനുശേഷം അവരുടെ, അതായത് സർജറി കഴിഞ്ഞ് ഈ പേഷ്യന്റിന്റെ അടുത്തുനിന്ന് ഈ ഏജന്റ് ഷാജി എന്ന് പറയുന്ന ഈ ഏജന്റ് വാങ്ങുന്ന 25 ലക്ഷം രൂപയാണെന്ന് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. അങ്ങനെ സാമ്പത്തിക ലാഭം കൊയ്യുന്നത്, ഇതുമായി മറ്റുള്ളവരെ ഇരകളാക്കിക്കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ ചൂണ്ടയിൽ ഇട്ടുകൊടുത്തിട്ട് വലിയ മീനുകളെ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇവിടുത്തെ ഏജന്റുമാർ മാറുന്നു എന്നുള്ളത് മാത്രമല്ല ഇവരെ പരിപോഷിപ്പിക്കാൻ, ഇവരെ വളർത്താൻ, സംരക്ഷിക്കാൻ നമ്മുടെ നിയമവൃത്തങ്ങളും അധികൃതരും കൂടെ നിൽക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം അപലപനീയമാണ്, അപഹാസ്യമാണ് എന്ന് തന്നെ വേണം പറയാൻ. ഇത് തന്നെയാണ് ഈ ഒരു പാവം യുവതിക്കും ഈ ഒരു പാവം സ്ത്രീക്കും ഉണ്ടായത്. ഇവർ നമ്മളോട് പറയാൻ ധൈര്യം കാട്ടി മുന്നോട്ട് വന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വലിയ ശൃംഖലയുടെ ഒരു കണ്ണി മാത്രമാണ്, അല്ലെങ്കിൽ ഒരു അറ്റം മാത്രമാണ്. ഒന്ന് തുടരുക, ഞാൻ ഒന്ന് കാത്തിരിക്കുക. ഇപ്പോൾ ഈ ആക്ഷേപം ഉന്നയിച്ച യുവതി തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. താങ്കളുടെ ശബ്ദം, താങ്കളുടെ വേദന, താങ്കൾക്കുണ്ടായ അനുഭവം അത് നേരിട്ട് ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഈ ആശുപത്രിയുടെ ഭാഗത്തു നിന്നും 13 വർഷം ജോലി ചെയ്ത ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ നിന്നും ഇത്തരമൊരു അനുഭവം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് ഞെട്ടിക്കുന്നതാണ്. കാരണം മറ്റ് ആശുപത്രികളിലും ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്നത് ഞങ്ങളെ സംബന്ധിച്ചും അങ്ങേയറ്റം ഞെട്ടിക്കുന്നതാണ്. ഒരുപക്ഷെ മലയാളികൾക്കും അതൊരു പുതിയ അനുഭവമാവും. ഈ ആശുപത്രി കേന്ദ്രീകരിച്ച് മുൻകാലങ്ങളിലും ഇങ്ങനെ ഏജന്റുകളുടെ ഇടപെടൽ നടക്കാറുണ്ടോ? ഹലോ, ചോദിച്ചത് കേട്ടോ? ആശുപത്രിയില്
ഈ ആശുപത്രി കേന്ദ്രീകരിച്ച് മുമ്പും ഇങ്ങനെ അവയവം ആവശ്യമുണ്ട് എന്ന തരത്തിൽ ഏജന്റുമാരുടെ ഇടപെടലുകൾ ആ ആശുപത്രിയിൽ ഉണ്ടാവാറുണ്ടോ? നടന്നിട്ടുണ്ട്. ഉണ്ടല്ലേ. ഇത് ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമോ അങ്ങനെയല്ല, വർഷങ്ങളായിട്ട് ഇത് ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ട് പോകുന്നതാണ്. ഇപ്പോഴല്ലേ ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയേക്കുന്നത്. ഈ ഷാജി എന്നൊരു വ്യക്തിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇതുപോലെ പലരും ഉണ്ടോ അവിടെ? ഉണ്ട്. ഷാജി എന്ന വ്യക്തി മാത്രമല്ല, പലരും ഉണ്ട്. ഷാജി എന്ന വ്യക്തി തന്നെ ലേശോള് ഒരു 10 വർഷത്തിന് മേലി അവിടെ ഈ വർക്ക്, അതായത് ഈ അവയവദാന വർക്ക് ചെയ്ത് തുടർന്നു പോന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ ലേശോറുകാർക്കാണെങ്കിലും അയാളോട് കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഇതിൽ ആശുപത്രിക്ക് എന്താണ് ഇതുകൊണ്ടുള്ള നേട്ടം? അവിടെ ശസ്ത്രക്രിയ നടത്തും എന്നതാണോ, അതോ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും? അവിടെ ശസ്ത്രക്രിയ നടക്കുമല്ലോ. ഇപ്പൊ ഒരു പേഷ്യന്റും ഡോണറും വന്നു കഴിഞ്ഞാൽ അവർക്ക് അതനുസരിച്ചുള്ള വരുമാനം ഉണ്ടാവുമല്ലോ. ഏറ്റവും കൂടുതൽ ഈ അവയവദാനം നടക്കുന്നതും അവിടെ തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എങ്ങനെയാണ് ഈ ഡോണേഴ്സിനെ ഇവർ കണ്ടെത്തുക? അതിനുള്ള വഴി എന്താണ്? അതിനുള്ള സംവിധാനം എങ്ങനെയാണ്? ഡോണേഴ്സിനെ കണ്ടെത്തുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് ആദ്യം മുതലേ, വർഷങ്ങൾക്ക് മുമ്പ് മുതലേ അവരുടെ ഇതിലേക്ക് ഡൊണേറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ള ആൾക്കാർ തന്നെ, അവരെ വെച്ചുകൊണ്ട് തന്നെ അടുത്ത ആൾക്കാരെ ഇവര് പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അവയവദാനം കഴിഞ്ഞു പോയ ആൾക്കാരെ അറിഞ്ഞ്, ഇപ്പൊ ഞാൻ കൊടുത്തതാണെന്ന് അറിഞ്ഞു കഴിയുമ്പോ എന്നിൽ വന്ന ആൾക്കാരെ ഇവർക്ക് മുട്ടിച്ചു കൊടുക്കണമെന്നുള്ള നിബന്ധനയിൽ പോയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഇവര് ക്യാൻവാസ് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റൽ പരിസരത്ത് തന്നെ. അപ്പൊ എന്തെങ്കിലും തുച്ഛമായ എന്തെങ്കിലും അവർക്കൊരു സഹായം പോലെ കൊടുക്കാറുമുണ്ട്. അപ്പൊ ആ രീതിയിൽ അവര് ഡോണർമാരെ ക്യാൻവാസ് ചെയ്തെടുത്തിട്ട് പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയും അല്ലാതെ വേറെയുള്ള സ്ഥലങ്ങളിൽ നിന്നും അറിഞ്ഞ് ഇന്ന ആൾക്കാർ ഇന്നത് ചെയ്യുന്നുണ്ടെന്ന് അറിയുമ്പോഴത്തേക്കും, ഈ ഡൊണേറ്റിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിയുമ്പോഴത്തേക്കും എളുപ്പ വഴിക്കായിട്ട് ഇവരെ കോണ്ടാക്ട് ചെയ്യും. അപ്പൊ ഇവരുടെ കസ്റ്റഡിയില് 100ഓളം ആൾക്കാരുണ്ടാവും. ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള ആൾക്കാരെല്ലാരും ഇവരുടെ കസ്റ്റഡിയിൽ ഉണ്ടാവും. ഇവര് ചിലരെയൊക്കെ ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആക്കി നിർത്തിയിട്ടുണ്ടാവും. അപ്പൊ വരുന്ന പേഷ്യന്റിനെ അവർക്ക് ക്രോസ് മാച്ച് ചെയ്ത് നോക്കും. ഒരാൾ ക്രോസ് മാച്ച് ചെയ്ത് നോക്കിയിട്ട് പറ്റുന്നില്ല എങ്കിൽ അടുത്ത ആളെ ക്രോസ് മാച്ച് ചെയ്യിക്കും. അങ്ങനെ ആ പേഷ്യന്റിന് ഓക്കെ ആവുന്ന കാര്യങ്ങൾ എത്തുന്ന വരെയുള്ള കാര്യങ്ങൾ അവർ ചെയ്യും. പിന്നെ കമ്മിറ്റി ആണെങ്കിലും DSP ഓഫീസിൽ കൊണ്ടുപോകണതാണെങ്കിലും ഇവര് പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളായിരിക്കും അന്നവര് പറയുന്നത്. ഇവര് പഠിപ്പിച്ചാണ് വിടണത്. ഇന്നതുപോലെ പറയണം. ഇപ്പൊ ബന്ധുവാണെന്നോ അവിടുത്തെ ഡ്രൈവർ ആണെന്നോ അല്ലെങ്കിൽ അവിടുത്തെ വേലക്കാരത്തിയാണെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചാണ് ഇവര് വിടാറുള്ളത്. ഇവരെന്ന് ഉദ്ദേശിച്ചത് ഏജന്റ് ആണോ, ആശുപത്രിയുടെ ആളുകൾ? ഏജന്റ് ആശുപത്രിക്കാരല്ല, ഏജന്റുകാരാണ് കാര്യങ്ങളും ചെയ്ത് ഡോണറിന്റെ കാര്യങ്ങളും പേഷ്യന്റിന്റെ കാര്യങ്ങളും എല്ലാം ചെയ്ത് പിന്നെ ഓക്കെ ആക്കി സർജറിക്ക് ആയിട്ട് പാകപ്പെടുത്തി ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. ഇപ്പം ഒരു പേഷ്യന്റ് ആശുപത്രിയിൽ എത്തിയാൽ സ്വാഭാവികമായും നിയമ നടപടികൾ പാലിച്ചാൽ ആ ആശുപത്രിക്ക് സർജറി നടത്താവുന്നതേ ഉള്ളൂ. അവയവമാറ്റ സംവിധാനങ്ങളുള്ള ആശുപത്രികൾക്ക് നടത്താം. പക്ഷേ ഇവിടെ ആശുപത്രി കുറ്റക്കാരാവുന്നത് എങ്ങനെയാണ്? കാരണം ഏജന്റിന്റെ ഇത്തരം അനധികൃത നീക്കങ്ങൾ, ഇത് തെറ്റായ, അല്ലാതെ പണം കൊടുത്തുള്ളതാണ് ഈ അവയവദാനം എന്നത് ആശുപത്രി അധികൃതരും കൃത്യമായി അറിയുന്നുണ്ടോ? ഈ അവയവദാനം ചെയ്യുന്ന വ്യക്തികള് ബന്ധുക്കളല്ല എന്നുള്ളത് ആശുപത്രിക്കാർക്ക് അറിയാം. ആശുപത്രിയിൽ ടെസ്റ്റിനായിട്ട് വരുമ്പോ പിന്നെ ഫസ്റ്റ് ഡോക്ടറെ കാണാൻ വരുമ്പോഴും ഇവര് ബന്ധുവല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഹോസ്പിറ്റലുകാർക്ക് അറിയാതിരിക്കാൻ വഴിയില്ല. കാരണം ബന്ധുക്കളാണെങ്കിൽ ഇത്രയും സമയം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം വരുന്നില്ല ഡൊണേറ്റിന്റെ കാര്യമായിട്ട്. ഒരു ബന്ധുവാണെങ്കിൽ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ പേപ്പർ കാര്യങ്ങളെല്ലാം റെഡിയാക്കി ഡൊണേഷൻ നടക്കും. പക്ഷെ വേറൊരു അത് റിലേറ്റഡ് ആയിട്ടല്ലാത്ത ആൾക്കാരാണെങ്കിൽ താമസമുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ ഡോക്ടറെ ഇപ്പൊ ഹോസ്പിറ്റലിൽ തന്നെ പുറം രാജ്യത്ത് നിന്ന് തന്നെ ഹിന്ദിക്കാര് പേഷ്യന്റിനെ ഡൊണേറ്റ് ചെയ്യണ മലയാളി ഡോണറായിരിക്കും. അപ്പൊ അവരുമായിട്ട് എന്ത് ബന്ധമുള്ളത് ഹോസ്പിറ്റലുകാർക്ക്? അല്ല, പേഷ്യന്റിനും ഡോണറുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അപ്പൊ ഹോസ്പിറ്റലിൽ വന്ന പേഷ്യന്റ് ഇപ്പൊ ഹിന്ദിക്കാരാണ്
അല്ലെങ്കിൽ അറബിയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഡോണർ മലയാളീസ് ആണ്, ഒരു പാവപ്പെട്ട സ്ത്രീ ആണെങ്കിൽ അവരുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല എന്നുള്ളത് ആർക്കും മനസ്സിലാകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ അവരറിയുന്നില്ല എന്ന് പറയുന്നത് അത് തെറ്റായ ധാരണയാണ്. ഈ ഡോണേഴ്സിനെ ഇവർ കണ്ടെത്തുന്നത് ഇപ്പം കേരളത്തിൻ്റെ മറ്റ് പല സ്ഥലങ്ങളിലേക്കും ഈ പണ്ട് ആദിവാസി മേഖലകളിൽ നിന്നൊക്കെ ആളുകളെ കണ്ടെത്തുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ചില ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ബോധ്യപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ശ്രമങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? ഉണ്ടാവുന്നുണ്ട്. കാരണം തീരെ അറിവില്ലായ്മ ഉള്ളവരാണെങ്കിൽ നിസ്സാര പൈസ കൊടുത്താണ് ഡൊണേറ്റിനെ കൊണ്ടുവരുന്നത്. എനിക്ക് വ്യക്തമായിട്ടൊന്നും അറിയില്ലെങ്കിലും എന്നാലും അറിയാം എന്ന് ഇവരുടെ ഇടയിൽ തന്നെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ തമിഴന്മാര് അവിടെ ഡൊണേറ്റിന്റെ ഭാഗമായിട്ട് കൂടുതലും വരാറുണ്ടായിരുന്നു. തമിഴന്മാര് കൊണ്ടുവന്ന ഡോണറായിട്ട് വന്ന പാവപ്പെട്ട പെണ്ണായാലും ആണായാലും അവർക്ക് വിദ്യാഭ്യാസമോ കാര്യങ്ങളോ നല്ല രീതിയിലില്ല എന്നുള്ള ആൾക്കാരായിരിക്കും കൂടുതലും. അവർക്ക് 6 ലക്ഷം 5 ലക്ഷം രൂപ വരെ കൊടുത്തിട്ടാണ് ഈ ഡൊണേറ്റിന്റെ കാര്യങ്ങൾ ചെയ്യണത്. പക്ഷെ അവർക്ക് ഏജന്റിന് കിട്ടുന്നതോ അതിന്റെ ഇരട്ടി അവരുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അറിയാൻ മേലാത്ത ഈ ആദിവാസി ജനങ്ങൾ അവർക്കും ഇതിനെപ്പറ്റി അവർക്ക് ഇപ്പൊ സംബന്ധിച്ച് ഒരു 10 ലക്ഷം രൂപ ഇപ്പം അറിയാവുന്ന ഒരാൾക്ക് കൊടുക്കണതും അറിയാൻ മേലാത്ത ഒരാൾക്ക് അതും സാമ്പത്തിക ഒരു 3 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം രൂപയാണ്. അവർക്കത് ഏറ്റവും വലുതായിരിക്കും. ആദിവാസിയിൽപ്പെട്ടത് 1 ലക്ഷം രൂപ തൊട്ട് അങ്ങോട്ട് അവർക്ക് ഏറ്റവും വലിയൊരു തുകയാണ്. അപ്പൊ അവർക്ക് കിട്ടുന്ന 3 ലക്ഷം അല്ല 5 ലക്ഷമാണ് അവർക്ക് കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചെങ്കിൽ പറയണെങ്കിൽ അവർക്ക് അറിവില്ലായ്മ കൊണ്ട് സമ്മതിച്ചിട്ട് അവര് വന്ന് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പം ആശുപത്രിയിലെ ഒരു ജീവനക്കാരി ആയിരിക്കെ തന്നെയാണ് ഇങ്ങനെ അവയവം കൊടുക്കാൻ തീരുമാനിച്ചത്. അത് സാമ്പത്തിക സാഹചര്യം കൊണ്ടാവാം. ഇതുപോലെ ആശുപത്രിയിലെ മറ്റ് ജീവനക്കാരും അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായവരാരെങ്കിലും ഉണ്ടോ? അങ്ങനെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? അനുഭവമുള്ളവരുണ്ട്. പക്ഷെ ആരും പുറത്ത് പറയില്ല. ഒന്നാമത്തെ ജോലി പോണ കാര്യം, പിന്നെ സാമ്പത്തികം, പിന്നെ ഈ നമ്മളിത് കൊടുത്തെന്നാലും നമ്മുടെ കടങ്ങളൊന്നും തീരുന്നുമില്ല, പ്രശ്നങ്ങളും തീരുന്നില്ല. പഴയപടി പോലെ തന്നെ പോവുക തന്നെ ചെയ്യും. ആരോഗ്യപരമായിട്ടും മോശമായിട്ടും പോകും. ഈ ആശുപത്രിയിലെ ജീവനക്കാരിയായിരുന്ന് ഇങ്ങനെ ഏജന്റിന് അല്ലെങ്കിൽ അവയവദാനത്തിന് സാധ്യമല്ല, അങ്ങനെ ഒരു നിയമം ആശുപത്രിയിലുണ്ടോ? ആശുപത്രി ജീവനക്കാരി ആയിരുന്നുകൊണ്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല. കാരണം ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഹോസ്പിറ്റലിന് മോശപ്പേരുണ്ടാവും എന്നുള്ള വ്യക്തത അവർക്കുണ്ട്. ഹോസ്പിറ്റലുകാരി അതായത് ഹോസ്പിറ്റൽ ജീവനക്കാരി ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ജീവനക്കാരുടെ കിഡ്നി കൊടുത്ത് കാശ് മേടിക്കണം എന്നുള്ള ഒരു പേര് കൂടി വരുന്നത് കൊണ്ടിട്ട് അവരത് റിസൈൻ ചെയ്ത് വേണമെങ്കിൽ കൊടുക്കാം എന്നുള്ള ഒരു ഇതിലേക്ക് വരും. അല്ലെങ്കിൽ അവിടെ നടക്കത്തില്ല എന്നുള്ള ഒരു ഇതിലാണ് പോണത്. രഹസ്യമായിട്ട് എന്തായാലും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഈ ഷാജിയെ പോലെയുള്ള നിരവധി ആളുകളുണ്ടോ? അവിടെ വന്നു പോകുന്നവരുണ്ടോ? നിരവധി ആളുകളുണ്ട്. ഉണ്ട്. കൊച്ചിയിലെ മറ്റ് ഏതൊക്കെ ആശുപത്രികളിലാണ് ഇങ്ങനെ ഏജന്റുമാർ ഇടപെട്ടുകൊണ്ട് അവയവം കൊടുക്കാൻ സജ്ജമായി നിൽക്കുന്നത്? മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലുണ്ട്, ലൂർദ് ഹോസ്പിറ്റലുണ്ട്, ആസ്റ്റർ ഉണ്ട്, രാജഗിരി ഉണ്ട്, അമൃതയുണ്ട്. ഈ ആശുപത്രികളിലൊക്കെ ഇത്തരം ശ്രമങ്ങൾ ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത് അല്ലേ? ശ്രമങ്ങളല്ല, നടന്നു വരുന്ന കാര്യങ്ങളാണ് അവിടെയൊക്കെ. ഈ സംസ്ഥാനത്ത് ഇത് സംബന്ധിച്ചൊരു നിയമമുണ്ട്, അവയവ ദാനത്തിന് കൃത്യമായ സംവിധാനങ്ങളുണ്ട്. അപ്പം ഇത് സംബന്ധിച്ച അന്വേഷണങ്ങളൊന്നും ഉണ്ടാവാറില്ലേ ഒരു തരത്തിലും? ഇപ്പോ ഒരു ഡോണർ പേപ്പർ കാര്യങ്ങളെല്ലാം പഞ്ചായത്ത് തലത്തിൽ നിന്നും പിന്നെ വില്ലേജ് എന്നൊക്കെയുള്ള പേപ്പറുകളൊക്കെ റെഡിയാക്കി അവര് SP ഓഫീസിലേക്ക് അയച്ചു കഴിയുമ്പോൾ ശരിക്കും SP ഓഫീസിൽ നിന്ന് ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് റിപ്പോർട്ട് വിടും. ഇത് അന്വേഷിച്ച് അവർക്ക് മറുപടി കൊടുക്കാൻ പറഞ്ഞു. സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ പേരിൽ കൊടുക്കാൻ വന്നിട്ടുള്ളതാണെന്ന് ഈ പോലീസ് സ്റ്റേഷനിൽ അവർക്കറിയാം. എങ്കിലും ഒട്ടുമിക്ക ആൾക്കാർക്കും അവര് പറയണ അനുസരിച്ച് റിപ്പോർട്ട് എഴുതി കൊടുക്കാറുണ്ട്. അതില് തീരെ ഡൗട്ടുള്ളവർക്ക് മാത്രമേ അവര് കൊടുക്കാത്ത രീതിയിൽ ഒരു പിൻവാങ്ങൽ ഉണ്ടാവാറുള്ളൂ. ഒരു തരത്തിലും അവർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ അല്ലെങ്കിൽ യോജിക്കാൻ പറ്റാത്ത ഏതെങ്കിലും സാഹചര്യത്തിൽ മാത്രമേ കൊടുക്കാതിരിക്കുള്ളൂ. അങ്ങനെ കൊടുക്കാതിരിക്കുന്ന കേസ് ഇവർ കേസ് പറഞ്ഞ് വക്കീലിനെ കൊണ്ട് കേസ് പറഞ്ഞ് ആ പേപ്പർ വാങ്ങിച്ചെടുക്കാറുണ്ട്.
നിങ്ങൾ നിങ്ങൾ ജീവനക്കാർക്കിടയിൽ ഇങ്ങനെ ഈ അവയവ ദാനവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, ചികിത്സാ നടപടികൾ, ഏജന്റിന്റെ ഇടപെടൽ ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാറില്ലേ? ആ സംശയം ഈ ഓഫീസ് ആശുപത്രി മാനേജ്മെന്റിനെ അറിയിക്കാൻ അങ്ങനെയൊക്കെ ശ്രമിക്കാറില്ലേ നിങ്ങൾ? മാനേജ്മെന്റിന് ഇപ്പൊ ഞാൻ എന്റെ ഉള്ള സത്യം, അതായത് എന്റെ അനുഭവം തുറന്നു പറഞ്ഞതിന്റെ പേരിലാണല്ലോ അവരെന്നെ പറഞ്ഞു വിട്ടത് ഹോസ്പിറ്റലിൽ ജോലി. അതുപോലെ തന്നെ ഈ 2 സ്റ്റാഫ് ഈ സാമ്പത്തികം ഇവര് കൊടുക്കണത് കുറവാണ്, കൂടുതൽ കിട്ടും എന്ന് പറഞ്ഞതിന്റെ പേരിലും പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പൊ മാനേജ്മെന്റ് എടുക്കയിൽ എന്തെങ്കിലും നമ്മൾ മോശമായിട്ട് ഇവര് കാണിക്കുന്നതിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു വിടുന്നത് സ്റ്റാഫിനെ ആയിരിക്കും. അവിടെ നടക്കണത് പുറത്ത് പറയാതിരിക്കാൻ അവർ പറഞ്ഞു വിടും. ഇപ്പൊ എന്റെ കാര്യത്തിലും അങ്ങനെ സംഭവിച്ചത്. ഞാൻ എന്റെ അടുക്കൽ ഈ ഷൈൻ എന്ന് പറയുന്ന ഷാജിയുടെ കെയർ ഓഫിൽ വന്ന, അതായത് എനിക്കറിയില്ലായിരുന്നു, പിന്നീടാണ് ഇതൊക്കെ അറിയണത്. സജി ചെറിയാൻ എന്ന മന്ത്രിയുടെ PA ആയിരുന്ന ഫിലിപ്പ് സാറിന്റെ കെയർ ഓഫിൽ വന്ന ഒരു ഡോണറും പേഷ്യന്റും, ആ ഡോണറിന്റെ അമ്മേനെ എന്റെ അടുക്കെ കൊണ്ടുവന്ന് ഇരുത്തി. എനിക്കറിയില്ല, അവരെന്റെ അടുക്കെ കൊണ്ടുവന്ന് ഇരുത്തിയതാണ്. അവരെന്നോട് സംസാരിച്ചപ്പോ ഞാൻ അവരോട് ചോദിച്ചു, ഷൈന്റെ കൂടെ നടക്കണ കണ്ടായിരുന്നല്ലോ, എന്തിനായിരുന്നു വന്നത്? ഡൊണേറ്റിന്റെ കാര്യമായിട്ട് വന്നതാണോ, അല്ലെങ്കിൽ ഇവിടെ അഡ്മിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു അവര് മോള് ഡൊണേറ്റ് ചെയ്യാൻ വന്നെന്നാ പറഞ്ഞത്. അവരുടെ മോള് ഡൊണേറ്റ് ചെയ്യാൻ വന്നു. ഞാൻ പറഞ്ഞു, നിങ്ങള് സാമ്പത്തികപരമായിട്ട് വന്നതാണെന്നുള്ളത് എനിക്ക് ഊഹിക്കാം. കാരണം ഞാൻ ഈ ഇത് കടന്നു വന്ന ഒരാളാണ്. പൈസ മേടിക്കാതെ ഒരാളും ഇതിനകത്തേക്ക് കടന്നു വരില്ല. നമ്മുടെ ബുദ്ധിമുട്ട് കാരണമാണ് വന്നത്. പക്ഷെ നോക്കിയും കണ്ടും വാങ്ങിക്കുകയും നോക്കിയും കണ്ടും നിന്നോണം അവരുടെ അടുക്കൽ എന്നുള്ള ഒരു ഇതാണ് ഞാൻ അവരോട് സംസാരിച്ചത്. അപ്പൊ അത് പറഞ്ഞിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് കയറി പോവാന്നും പറഞ്ഞ് പോയതിന്റെ പുറകെയാണ് ഇവര് ഈ ഏജന്റിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞിട്ട് എനിക്കെതിരെ ഹോസ്പിറ്റലുകാരുടെ അടുക്കൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്ത കംപ്ലൈന്റ് ഞാൻ ഹോസ്പിറ്റൽ കൊള്ളത്തില്ലാന്നും അടുത്ത സർജറി കൊള്ളത്തില്ലാന്നും അവിടുത്തെ ഡോക്ടേഴ്സ് കൊള്ളത്തില്ല എന്നും ഒക്കെ പറഞ്ഞ് ഏജന്റുമാര് കള്ളന്മാരും എന്നൊക്കെ പറഞ്ഞുള്ള ഒരു രീതിയിലുള്ള ഒരു കംപ്ലൈന്റ് ആണ് എനിക്കെതിരെ കൊടുത്തത് ഹോസ്പിറ്റലിൽ. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുമില്ല, 2 മിനിറ്റിൽക്കുള്ളിൽ ഇവരോട് സംസാരിച്ചിട്ടുമില്ല. പക്ഷേ അത് കൊടുത്തത് ആ സ്ത്രീയും അല്ല, കൊടുത്തത് ഈ ഏജന്റാണ്. ഏജന്റ് അങ്ങനെ എഴുതിയാണ് അവിടെ കൊടുത്തത്. ഞാനത് അവരോടൊക്കെ സംസാരിച്ചു. ഞാൻ ഈ ഏജന്റിനെതിരെ ഒരു കേസ് ഉണ്ട്, FIR ഇട്ട് നടക്കുന്ന ഒരു കേസ് പനങ്ങാട് പോലീസ് സ്റ്റേഷനിലുണ്ട് എന്റെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവർ ഈ പരാതി എനിക്കെതിരെ തന്നേക്കണത്. ഇവരെന്റെ ജോലി കളയിക്കുമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് മാനേജ്മെന്റ് അവിടുത്തെ ശങ്കർ സാറ്, പ്രദീപ് സാറ്, പിന്നെ ജയേഷ് സാറ്, മേഘ, ഇവരെല്ലാരും കൂടി ഇന്നുണ്ട് എനിക്കെതിരെയാണ് സംസാരിച്ചത്. അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എനിക്കെതിരെയാണ് സംസാരിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഏജന്റുമാര് പറയണത് കള്ളമാണ്. 13 വർഷം ജോലി ചെയ്ത ഞാൻ പറയണൊന്നും സാറിന് വിശ്വാസം അല്ലേ എന്ന് ഞാൻ ചോദിച്ചു. അവർക്ക് അതൊന്നും അറിയണ്ട, അവര് പറയണതാണ് വിശ്വാസം. അതിന്റെ പേരിൽ 3 മിനിറ്റിനുള്ളിൽ ഹരാസ് ചെയ്ത്, അതായത് റൂമിൽ നിർത്തി എന്നെ വല്ലാണ്ട് വേദനിപ്പിച്ച് സംസാരിച്ചേച്ചുമാണ് 3 മിനിറ്റിനുള്ളിൽ ഞാൻ റിസൈൻ എഴുതി സ്വയം പോണോന്നും പറഞ്ഞ് എന്നെ വേദനിപ്പിച്ചുകൊണ്ട് ഞാൻ കരഞ്ഞ് നിലവിളിച്ചാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. വല്ലാണ്ട് ഒരു 2 മണിക്കൂറോളം റിക്കവറായി വരാൻ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഇതെന്താണ് ഈ സംഭവം നടക്കുന്നത്? മാർച്ച് ഒരു 17-ാം തീയതിക്കുള്ളിലെങ്ങാണ്ടാന്ന് തോന്നുന്നു. 7-ാം തീയതിയാണ് ഇവർ കംപ്ലൈന്റ് കൊടുത്തത്. 15 ദിവസത്തിനുള്ളിലാണ് പിന്നെ എന്നെ വിളിച്ചത്. അവിടെ 22 തോന്നുന്നു, മാർച്ച് 22, 23 അങ്ങനെയുണ്ട് ഒരു ഡേറ്റാ. അപ്പോഴത്തേക്കും എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ സ്വന്തമായിട്ട് പൊക്കോണം, പിന്നെ ഇവിടെ നിർത്താൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ. കാരണം ഏജന്റ് വഴി അല്ലെങ്കിൽ ഞാൻ ഏജന്റിന്റെ അടുക്കൽ പോയി പറഞ്ഞ് അവരെ കൊണ്ട് വിളിപ്പിച്ച് മാപ്പ് പറഞ്ഞ് സംസാരിച്ചാൽ നോക്കാം എന്റെ ജോലിയുടെ കാര്യമെന്ന് പറഞ്ഞു. അപ്പൊ ഏജന്റിന്റെ ഏജന്റുമായിട്ടുള്ള ഉടക്ക് അവർക്കത് സമ്മതമല്ല. കാരണം ഏജന്റാണ് അവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കണത്, ഞാനല്ല. ഞാൻ എന്നുള്ളൊരു സ്റ്റാഫിന് പകരം അവർക്ക് 2 പേരെ കിട്ടും. എനിക്ക് തന്നെ സാലറിക്ക് പകരം 2 പേരെ നിർത്തി 2 പേർക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ഏജന്റുമാർ അങ്ങനെയല്ല, അവര് കൊണ്ടുവന്ന് കൊടുക്കണ വരുമാനം
കോടികളാണ്. ഇപ്പോൾ എവിടെയെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇവരിതിന് ശേഷം എനിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നു, പക്ഷെ കയറിയിട്ടില്ല. മാനസികമായിട്ടും വിഷമായിപ്പോയി എനിക്കത്. കാരണം തെറ്റ് ചെയ്യാതെ തെറ്റ് അവർ ആരോപിച്ച് എന്നെ പറഞ്ഞു വിട്ടത് എനിക്ക് വല്ലാത്ത. എത്ര വർഷം ഞാൻ 13 വർഷം ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിട്ടുള്ളതാണ്. അവിടെ സ്റ്റാഫ് പോലും ആകാതെ നിൽക്കുന്നതാണ് HR മാനേജർ എന്ന് പറയുന്ന പ്രദീപ് സാറ്. ഇത്രയും വർഷം സീനിയോറിറ്റി ഉള്ള എന്നെ പറഞ്ഞു വിടാനുള്ള യാതൊരു യോഗ്യതയും സാറിനില്ല. ഈ ഷാജിയിൽ നിന്നും, ഈ ഷൈൻ എന്ന ഷാജിയിൽ നിന്നും മോശപ്പെട്ട അനുഭവം ഉണ്ടായതെന്നാണ്? ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ഫെയർലി പറഞ്ഞിട്ടുണ്ട്. ശാരീരികമായും മാനസികമായും ഒക്കെ അവരെന്നെ ഇതാക്കിയിട്ടുണ്ട്. അത് വിശദീകരിക്കാൻ വേണ്ട. അത് പോലീസിൽ പരാതി അത് രേഖാമൂലം നൽകിയിട്ടുമുണ്ട് അല്ലേ? രേഖാമൂലം നൽകിയിട്ടുണ്ട്. ഉണ്ട്. അന്ന് ഇപ്പം ആ പരാതി നൽകിയതിന് ശേഷം പോലീസ് ഇപ്പോൾ ഈ കേസെടുത്തിരിക്കുന്നത് ഏതൊക്കെ വകുപ്പുകളിൽ, ഏതൊക്കെ പ്രശ്നങ്ങളിലാണ് കേസെടുത്തിരിക്കുന്നത്? ആദ്യമേ ഞാൻ കേസ് കൊടുത്തിട്ട് തീരുമാനങ്ങളൊന്നും ആകാഞ്ഞിട്ട് ഞാൻ കമ്മീഷൻ ഓഫീസ് സുദർശൻ എന്ന് പറയുന്ന സാറ് ഒരു നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞു. അവിടെ നിന്ന് തന്നെ ഒരു പോലീസുകാരൻ എന്നോട് പറഞ്ഞു, നീതി കിട്ടണമെങ്കിൽ ആ സാറിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറയുവാണെങ്കിൽ സാറ് അത് വേണ്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞു വന്നിട്ടാണ് ഞാൻ അവിടെ നിന്ന് ആദ്യമേ കൊടുത്ത പേപ്പർ അവർ റിജക്റ്റ് ആക്കിയിട്ടുള്ള ഒരു പേപ്പർ തന്നപ്പോ അതുമായിട്ട് ഞാൻ അവിടെ പോയത്, കമ്മീഷൻ ഓഫീസിൽ പോയത്. സാറിനോട് ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതിന് ശേഷം സാറ് പറഞ്ഞു റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കാൻ പറഞ്ഞു. റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തപ്പോഴാണ് സാറ് FIR ഇട്ട് കേസ് അന്വേഷിക്കാൻ പനങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് ആവശ്യപ്പെട്ടത്. രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ അതിനുശേഷം മാത്രമാണ് പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ കേസ് അന്വേഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തത്. ഷാജി ഇപ്പൊ എവിടെയാണ്? ഒളിവിലാണോ? ഷാജി ഒളിവിലാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഷാജിയുടെ കൂടെയുള്ളവരും ഒളിവിലാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവരൊരു സംഘമാണോ പ്രവർത്തിക്കുന്നത്? സംഘമാണ്. അവര് തന്നെ 4 പേരുണ്ട്. അതായത് ഈ ഡോണറുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന, അല്ലെ പേഷ്യന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന തുകയുടെ നല്ലൊരു ശതമാനവും ഇവരിലേക്കാണ് പോകുന്നത് അല്ലെ? അവരിലേക്കാണ് പോകുന്നത്. 8 ലക്ഷം അറിയാവുന്ന, ഏറ്റവും കൂടുതൽ ഇതിനെപ്പറ്റി അറിയാവുന്ന ഒരാളാണെങ്കിൽ വില പേശി 10 ലക്ഷം രൂപ വരെ പറഞ്ഞതിന് ശേഷമേ അവര് വരത്തുള്ളൂ. അത് കൊടുത്തില്ലേ വരില്ല എന്ന് പറയും. വേറുള്ള ആൾക്കാര് അതിലും മേലെ കൊടുക്കണമെന്നുള്ള ഒരു ഇതൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ 10 ലക്ഷം രൂപ, അതിൽ കൂടുതലൊന്നും കൊടുക്കത്തില്ല. ഏറ്റവും കുറഞ്ഞത് 8-8.5 ലക്ഷം രൂപ വരെ ഇവര് കൊടുത്ത് സർജറി ചെയ്യിപ്പിക്കാറുണ്ട്. അതിന്റെ ഇരട്ടിയാണ് ഇവർക്ക് കിട്ടുന്നത്. ശരി. ഈ ഷാജിക്ക് സമാനം ഇവർ കേരളത്തിൽ വ്യാപകമായി ഇടപെടലുകൾ നടത്തുന്നുണ്ടോ? ഇങ്ങനെ ആളുകൾക്ക് രീതിയിലുണ്ട്. ഉണ്ട്. അപ്പം പണമുള്ളവന് എളുപ്പത്തിൽ അവയവം കിട്ടും, അങ്ങനെ ഒരു സംവിധാനമാണോ ഉള്ളത് ഈ ആശുപത്രികളിലൊക്കെ? പണമുള്ളവന് എളുപ്പത്തിൽ അവയവങ്ങൾ കിട്ടുമോ? ഈ മറ്റു നിയമപ്രശ്നങ്ങളൊന്നുമില്ലാതെ പൈസ ഉണ്ടെങ്കിൽ ഏജന്റിനെ സമീപിച്ചാൽ കിട്ടും. അവര് പൈസ ഉണ്ടെങ്കിൽ എല്ലാം പേപ്പർ കാര്യങ്ങളാണെങ്കിലും എല്ലാം റെഡിയാക്കിയിട്ട് ഈ കാര്യങ്ങൾ നടത്തി കൊടുത്തിരിക്കും. ഒരു കേസ് വന്നാല് അവര് പേഷ്യന്റിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ ഇവരിത് ചെയ്തു കൊടുക്കുമെന്നുള്ള വിശ്വാസത്തിലാണ്. പിന്നെയും ഇപ്പൊ ഒരു പേഷ്യന്റ് സർജറി കഴിഞ്ഞ് പോയാൽ ഇപ്പൊ എത്ര രൂപ മുടക്കിയിട്ടാണെങ്കിലും ഡോണറിനെ കിട്ടുമെന്നുള്ള പേരിൽ ഇവരെ തന്നെ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്യും. ഹോസ്പിറ്റലിൽ നിന്ന് കോണ്ടാക്ട് ഉണ്ട് ഇവർക്ക്, പേഷ്യന്റിനെ കൊടുക്കാനുള്ള കോണ്ടാക്ട് ഉള്ള സാറന്മാരൊക്കെ ഉണ്ട് അവിടെ. എന്തായാലും താങ്കൾ നടത്തുന്ന ഈ നിയമ പോരാട്ടത്തിന് എല്ലാവിധ പിന്തുണയും, പോലീസിന്റെ ഭാഗത്തു നിന്നും ഇടപെടലുകൾ ഉണ്ടാവട്ടെ, വലിയ സജീവമായ ഇടപെടൽ ഉണ്ടാവട്ടെ, ഒപ്പം ഈ ഏജന്റ് കസ്റ്റഡിയിൽ വരട്ടെ. നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. അങ്ങേറ്റം ഞെട്ടിക്കുന്ന സാഹചര്യമാണ് ഈ യുവതി തന്നെ വെളിപ്പെടുത്തുന്നത്, തനിക്കുണ്ടായ അനുഭവം. എന്തായാലും യുവതിയുടെ ആരോപണത്തിൽ ആശുപത്രിയുടെ വിശദീകരണം കൂടി നമുക്ക് ആവശ്യമാണ്. ഞങ്ങൾ ആശുപത്രി അധികൃതരെ ബന്ധപ്പെടാൻ ഇനിയും ശ്രമിക്കും. ഇതുവരെയും അവരെ ബന്ധപ്പെടാൻ നമുക്ക് കഴിയുന്നില്ല. എന്തായാലും ഈ ഉന്നയിച്ച ആരോപണങ്ങൾ, തനിക്ക് ആശുപത്രിയിൽ നിന്നും ഉണ്ടായ അനുഭവങ്ങൾ അവർ വിശദീകരിക്കുന്നതിൽ എന്താണ് ആശുപത്രി മാനേജ്മെൻറ്റിന് പറയാനുള്ളത് എന്ന കാര്യം കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. വരുന്ന മണിക്കൂറുകളിൽ ഇക്കാര്യങ്ങൾ നമുക്ക് വിശദമായി പരിശോധിക്കാം. ഇന്നലെ ആജ്ഞാ രവീന്ദ്രനുമായിട്ടാണ് ഈ യുവതി വിശദമായി കാര്യങ്ങൾ പങ്കുവച്ചത്. ഇടവേളയാണ്, വേഗത്തിൽ നമുക്ക് മടങ്ങി വരാം.